ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിലങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഒന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, പക്ഷേ നമ്മുടെ ഒരു ഫുൾ ഡേ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ അതാ രാവിലെ നമ്മളെ സോനുട്ടി മദ്രസയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇക്കാക്കും മക്കൾക്കും ഒക്കെ പനിയായിരുന്നു. ഒരാളുടെ അങ്ങോട്ട് മാറുമ്പോൾ അടുത്ത ആൾക്ക് തുടങ്ങും. എനിക്ക് പനി വന്നില്ല എന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എൻ്റെ വീട്ടിൽ ഉപ്പാക്കും ഉമ്മാക്കും നാത്തൂനും കുട്ടിക്കും പിന്നെ അനിയത്തിൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെ മൊത്തത്തിൽ പനിയായിരുന്നു. ഇപ്പോൾ ഒരു വൈറൽ ഫീവറിൻ്റെ ടൈമല്ലേ, അതും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഈ പനി വന്നു കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചാലും അറിയണത് കൊറോണനേക്കാളും വലിയ സീനാണ് പനി എന്നുള്ളതാണ്. അങ്ങനെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തത് ഓഗസ്റ്റ് 15 അന്നാണ് കേട്ടോ. അപ്പോൾ നൈഷുക്കുട്ടി സോനും സ്കൂളിൽ പോകണില്ല. സോനുവിന് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നൈഷുവിന് പനിയുടെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനുക്കുട്ടി മാത്രമേ പോകണുള്ളൂ, കാരണം അനുവിന് കഴിഞ്ഞ വർഷത്തെ പ്രൊഫിഷ്യൻസി അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനുള്ളതുകൊണ്ട് അവൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇക്കാക്കും അനുക്കുട്ടിക്കും വീട്ടിനകത്ത് ഏറ്റവും കംഫർട്ടബിൾ ഷർട്ട് ഇടാണ്ട് നടക്കാനാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ ആദ്യം പോയിട്ട് ഓരോ രണ്ടാളെയും ഡ്രസ്സ് ഇടിപ്പിക്കും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, നമ്മുടെ വ്ളോഗിൽ തന്നെ ഒരു ദിവസത്തെ വ്ളോഗിൽ ഇക്കാക്ക് പല ടൈപ്പ് ഷർട്ടായിരിക്കും. കാരണം എനിക്ക് കിട്ടിയ ഷർട്ട് എടുത്തിട്ട് ഇക്കാനെ ഇടിപ്പിക്കും. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷർട്ട് ഇടാണ്ടിരിക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ആ ഷർട്ട് ഇങ്ങനെ മാറി വരുന്നത്. ഇന്നിപ്പോൾ സ്കൂളിലൊന്നും പോവാത്തതുകൊണ്ട് തന്നെ നൈഷുക്കുട്ടി ഉപ്പച്ചൊക്കെ നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അനുക്കുട്ടി സോന് മദ്രസ വിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതിനിടക്ക് നൈഷുക്കുട്ടി ഉപ്പച്ചിൻ്റെ അടുത്ത് എന്തിനോ പടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാറി നിൽക്കുകയാണ്. ഇക്ക കുറേ വിളിച്ചിട്ടും ഓള് അടുക്കാത്തത് കണ്ടപ്പോൾ ലാസ്റ്റ് മിഠായി തരാമെന്നാണ് കേട്ടോ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതിനോട് കൂടെ ഓളയില അലിഞ്ഞില്ലാണ്ടായി. അങ്ങനെ രാവിലത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് അനുക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. സോനും നൈഷും ലീവ് എടുത്തു. പിന്നെ അതാ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ടേബിളിൻ്റെ ടോപ്പിൽ വെച്ചിട്ടുള്ള ഈ ഒരു ട്രേ ഉണ്ടല്ലോ, അത് കുറച്ചായിപ്പോൾ ക്ലീൻ ആക്കിയിട്ട്. ഇപ്പോൾ ഈ ഒരു മഴക്കാലമൊക്കെ ആയത് കാരണം അതിൽ പെട്ടെന്ന് ഇങ്ങനെ പൂപ്പൽ പോലെ വരികയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ആക്കി നല്ലോണം ഡ്രൈ ആക്കി വെക്കണം. ഇത് നമ്മൾ വീട്ടിനകത്ത് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഊത് പകക്കൂലേ, അതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഞാൻ ഖത്തറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് ഈ ടേബിൾ ടോപ്പിൽ ഇതുപോലെ ട്രേയിൽ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആ ഒരു ടേബിൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പക്ഷെ എൻ്റെ ഉപ്പാക്കാണെങ്കിലോ ഈ പരിപാടികളൊന്നും തന്നെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തും വീട് ക്ലീൻ ആക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ ടേബിൾ ടോപ്പിലൊക്കെ കൊണ്ടുപോയി വെക്കും. പക്ഷെ ഉപ്പ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അത് എടുത്ത് മാറ്റും കേട്ടോ. എന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഈ അണക്ക് സ്വന്തമായിട്ട് വീടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നാലും ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് നെടുവീർപ്പിട്ട് കേട്ടോ. എന്നിട്ട് പറയും, ഈ ടേബിളിൻ്റെ നടുക്ക് എമ്മാതിരി ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇനി എവിടെ ഫുഡ് സെർവ് ചെയ്യാനുള്ള സ്പേസ് വയ്ക്കും. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ടേബിളിൽ ഇരിക്കുകയാണെങ്കിലും ആദ്യം ഇപ്പൊക്കെ ആ ഒരു ട്രേ അവിടെ നിന്ന് മാറ്റി കാണണം കേട്ടോ. ഇപ്പൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അങ്ങനെ ക്ലീനിങ്ങിന് നടക്കണതാ ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽ പെട്ടത്. ഇത് നമ്മുടെ സോനുവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവനിത് വല്ല അച്ചിലിട്ടിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന, കാരണം അത്രക്ക് പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവന് പറഞ്ഞു ഇത് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ഇതൊന്നുകൂടെ ഉണ്ടാക്കി കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഓനിതാ നല്ല ഇൻട്രസ്റ്റിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുട്ടികൾക്ക് കളിക്കണ ആ ഒരു ക്ലേ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അവന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഓനത് കുറേ സമയം എടുത്തിട്ട് ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും എന്നാണ് കേട്ടോ. പക്ഷേങ്കിൽ ഓനത് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല നീറ്റായിട്ട് പെട്ടെന്ന് ചെയ്തു തന്നു. ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യണത് ഓനക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഓൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൻ്റെ കഴിവുകളൊന്നും പുറം ലോകം അറിയണതിനോട് ഓനക്ക് ഒരു താല്പര്യമില്ല. ഓൻ്റെ അടുത്ത് ഒരുപാട് നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വ്ളോഗ്സിലൊക്കെ ഷെയർ ചെയ്തിട്ടില്ല. ഓൻ ഉണ്ടാക്കിയ ഓരോ ഐറ്റംസും നല്ല ബുദ്ധി കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനൊക്കെ അറിയും. പക്ഷേങ്കിൽ ആരും അത് കാണാനും അറിയാനും ഓനക്ക് താല്പര്യമില്ല. പിന്നെ ഞാനിത് എടുത്തിട്ട് വ്ളോഗിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴാട്ടോ ഓനക്ക് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഓൻ്റെ ടീച്ചേഴ്സ് പോലും തിരിച്ചറിയുണ്ടാവുക. ഇപ്പോൾ സ്കൂളിലൊക്കെ
എക്സിബിഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കാല് പിടിച്ച് പറയും കേട്ടോ, അതൊക്കെ ഒന്ന് കൊണ്ടേക്കോ സോനു, അതൊക്കെ കാണിച്ചു കൊടുക്കുക. ശരിക്കും നമുക്കൊക്കെ അങ്ങനെ ഒക്കെ ഉള്ള ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം എല്ലാവരുടെ അടുത്തും കാണിക്കാനല്ലേ നോക്കുക. പക്ഷെ ഓനക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. അതുപോലെ നന്നായിട്ട് പാടാനറിയും, പക്ഷേ എങ്കിൽ ഒരു പാട്ടൊക്കെ പാടി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ. ഇപ്പോൾ നബിദിനൊക്കെ ആയിട്ട് ഒരു പാട്ട് പഠിച്ചു വരുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാനത് നന്നായിട്ട് പഠിഞ്ഞിട്ട് ഷെയർ ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തോ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജാക്കി ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? MC ഉണ്ടാക്കിയതാന്ന് വെച്ചാ ഇത് എന്താ സംഭവം എന്നറിയോ? ജാക്കി അത്രേ, അതായത് നമ്മൾ കാറൊക്കെ പൊക്കാൻ ഉപയോഗിക്കൂലേ, ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, MC വെച്ചിട്ട് ഓന് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഖത്തറിൽ പോയിട്ട് ഇക്കാൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടു വന്നതിന് ശേഷം അവിടെ ഉള്ള ഓരോ ഐറ്റംസും അതിൻ്റെ മിനിയേച്ചർ വേർഷന് ക്രിയേറ്റ് ചെയ്യലാണ് കേട്ടോ ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോൾ ലാസ്റ്റ് അവന് ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ പിന്നെ സ്കൂളും പഠിപ്പും തിരക്കൊക്കെ ആയത് കാരണം അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പഠിച്ചിട്ടോനെ ഏതായാലും എവിടെങ്കിലും എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഒന്നുമില്ല. ഓനക്ക് ഓൻ്റെ ഉപ്പച്ചിൻ്റെ പാത പിൻപറ്റാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇതുപോലെ ഈ വണ്ടികളും അതിൻ്റെ വർക്കും കാര്യങ്ങളും അതിനോടൊക്കെയാണ് ആശാന് വലിയ ഇൻട്രസ്റ്റ്. ഇക്കാണെങ്കിലോ ഓനെ പഠിപ്പിച്ചിട്ട് ഓനക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടണം, അതൊക്കെയാണ് കേട്ടോ ഇക്കാൻ്റെ സ്വപ്നം. അതപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ സ്വപ്നം അതന്നെ ആയിരിക്കും. ഇതെന്താ എങ്ങനെ ഇതെങ്ങനെയായിരുന്നു ഉണ്ടായെന്ന് അറിയോ? ഈ ഒരു ബോഡി മാത്രം, മെറ്റൽ ബോഡി മാത്രം, പിന്നെ ഈ താഴത്തെ ഇതും പിന്നെ ടയറൊക്കെ വെച്ചു, ഇതിന്റെ ഉള്ളിലത്തെ സീറ്റും പിന്നെ കമ്പിയും ഈ ബാക്കിൽ കണ്ടോ ഒരു സിലിണ്ടർ പിന്നെ അതും അതൊക്കെ ഇതൊക്കെ വെച്ചാണ്. പിന്നെ പെയിന്റ് കൊടുത്തു. ഇങ്ങനെ ഇതൊക്കെ ഈ ചെയ്തതാ, മോഡിഫൈ ചെയ്തൊക്കെ ഈ പെയിന്റ് കൊടുത്ത ആരറിയോ? ഇവിടുത്തെ ചോപ്പ് കളറായിക്ക് ബ്ലാക്ക് ഫ്ലെയിമായി വന്നിക്കണ്. ആരറിയോ? എന്താ ഇപ്പച്ചിന്റെ കടയിലുണ്ടായില്ലേ ഒരു കണ്ണടായിട്ട് ചങ്ങ, എന്തെന്നാ പേര്? ജാബറല്ല, സിംഗക്കുട്ടി എന്ന് വിളിച്ചു. ഓനാണ് ഇത് കളർ ചെയ്തെന്ന് അയാൾ ഈ വീഡിയോ കാണുന്നുണ്ട്. തച്ചു ഈ കാറിന്റെ മുന്നിലുള്ള ഈ നെറ്റോ, ഈ നെറ്റ് ഞാൻ കൊടുത്താ. ഇതെന്തെന്നാ? മെച്ചിന്റെ മിക്സിന്റെ ഇത് വന്ന് മിക്സിന്റെ ജ്യൂസ് ഉണ്ടാക്കണേ വന്ന് മക്കളായോലേ. പിന്നെ ഈ എന്താപ്പോ ഇത് MC-ലോണ്ട് ഉണ്ടാക്കിയിരിക്കണ ഇതെന്താ ബാക്കിൽ വെച്ച് പറഞ്ഞത്? ഇതോ അതെന്താ ഈ പ്ലാസ്റ്റിക് ബോഡി. ഇതാരെന്നാ അറിയോ? ജീപ്പ് ജിത്തു കാക്കു. ആര്? ജിത്തു കാക്കു. ജിത്തുന്നാ ഗൾഫിലത്തെ. ഈ കറക്റ്റ് എന്താണ് ഇതിങ്ങനെ കിട്ടുത്തരേന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ചിരട്ടിയിൽ വെള്ളത്തിൽ സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് മുക്കിയപ്പോ ഇങ്ങനെ കിട്ടി. വെള്ളത്തിൽ സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് അതിൽ ബോഡി മുക്കിയപ്പോ വന്നതാ ഈ കളറ്. ഇത് ചെയ്തതാന്ന് അറിയണത് എന്ത് കളറിന്ന് ആദ്യം? ഇത് ഫുള്ള് നീല. ഈ കളർ സത്യത്തിൽ ഈ നീല കളർ മാത്രമാണ് വെറും നീല. എന്നിട്ട് അതില് ബ്ലാക്ക് ആണ് ഇജ് ഉണ്ടാക്കിയത് കൊടുത്തത്. ബ്ലാക്ക് ആണ് ഇജ് ചിരട്ടിയിൽ വെള്ളം എടുത്തിട്ട് അതില് മുക്കി സ്പ്രേ പെയിന്റ് അടിച്ച് മുക്കി. സ്പ്രേ പെയിന്റ് ചിരട്ടിയിൽ വെള്ളം എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഇത് ഈ ബോഡി മുക്കിയപ്പോ അതിക്ക് ബ്ലാക്കും കൂടി മിക്സ് ആയി. അത് ചാർജറിന്റെ അതാണ്. ടയർ ബാലൻസ് ചെയ്യാൻ അതിന്റെ ഇവിടെ കണ്ടിരുന്നു അമ്മച്ചി. ഇവിടെ ചോപ്പ് ലൈറ്റ് കത്തിയിട്ട് ഒരു സാധനം അപ്പച്ചിന്റെ വണ്ടി ഇങ്ങനത്തെ ഒരു സാധനത്തുമ്പോ കയറ്റി എടുത്തിട്ട് കാറിന്റെ വീൽ അലൈൻമെന്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ട എന്തോ സംഭവമാണ് കേട്ടോ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്താന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയൂല. പക്ഷേ എങ്കിൽ ഓന് ഈ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷന് ഓൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് റീക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ എനിക്കിതെന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു കേട്ടോ. നമ്മുടെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു കഴിവാണെങ്കിൽ പോലും നമ്മൾ മാതാപിതാക്കൾക്ക് അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമല്ലേ. ചില സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നല്ല ചീത്തൊക്കെ പറയും കേട്ടോ. കാരണം പഠിക്കാനൊക്കെ ഉള്ള ടൈമിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒക്കെ പുറകെ പോകുമ്പോൾ ദേഷ്യം വരില്ലേ. പക്ഷേ എങ്കിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ പല ക്രിയേറ്റിവിറ്റി ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ എന്താ ഒരു വണ്ടിയുടെ ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗത്ത് നെറ്റ് ഇട്ടിട്ടില്ലേ, അത് അവന് പണ്ട് പഴയൊരു ജ്യൂസർ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്, അത് കംപ്ലൈൻ്റ് ആയതായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള നെറ്റ് എടുത്തിട്ട് അതാണ് കേട്ടോ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ
സ്കൂളിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രോഫിയൊക്കെ ആയിട്ട് നമ്മൾ അനുക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുവിന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നൈഷു. കാരണം ഇന്നിപ്പോൾ അനുവിന് ട്രോഫി കിട്ടും, എന്ത് ട്രോഫിയാണ് കിട്ടുക, എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ നൈഷു ഉണ്ടായിരുന്നത്. Oh my god, very good. Congratulations. അങ്ങനെ അൽഹംദുലില്ലാ മാഷാഅല്ലാ നമ്മൾ അനുക്കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പ്രൊഫിഷ്യൻസി അവാർഡാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് ഈ ട്രോഫി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ നെയ്ഷുവിന് കുറേ ട്രോഫി വാങ്ങിയിട്ട് ഇതുപോലെ ഈ ഷെൽഫ് നിറച്ച് വെക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. അങ്ങനെ വൈകിട്ട് ഇതാ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. വെറുതെ ഒന്ന് ടൗൺ വരെ പോകണം, രാത്രിയിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം, പിന്നെ ബൈപ്പാസിലൊന്ന് കറങ്ങണം, അങ്ങനെയൊക്കെ പ്ലാനിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഉമ്മാനി ഉപ്പാനി എല്ലാവരെയും കൂട്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോണ വഴി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ ആഫിക്കുട്ടി ഗേറ്റിൻ്റെ മുന്നിൽ എന്നെ ആരോ പ്രതീക്ഷ എന്ന പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. തേടിയ വള്ളി കാലിൽ ചുറ്റിന്ന് പറഞ്ഞ മാതിരി ഓനെ കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓനിക്കും ഭയങ്കര സന്തോഷം. പിന്നെ ഒന്നും നോക്കിയില്ല, ഓനെയും ഓൻ്റെ അമ്മച്ചിനെയും ഓൺ ദ സ്പോട്ടിൽ ഒരുക്കി വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ ടൗണിലേക്ക് വിട്ടു. പ്രത്യേകിച്ച് ഈ യാത്രക്ക് ഉദ്ദേശങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ എല്ലാവരും കൂട്ടി ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിക്കണം. അപ്പോൾ ദാ ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഈവനിങ് വാക്കിന് വരും കേട്ടോ. ഈ ഒരു ഏരിയ ഇങ്ങനെ ഭയങ്കര രസമാണ് ഇവിടെ കാണാനും. ഞാനും ഇക്കും എപ്പോഴും പ്ലാൻ ചെയ്യും കേട്ടോ, വൈകുന്നേരങ്ങളിൽ ഇവിടെ വരണം, ഒരുമിച്ച് ഒരുപാട് ദൂരം നടക്കണം എന്നൊക്കെ, നല്ലൊരു എക്സസൈസ് ഒക്കെ ആവും എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ കേട്ടോ, പ്ലാന് വർക്കൗട്ട് ആക്കാറില്ല. അങ്ങനെ അതുവഴി നടക്കുമ്പോഴാണ് അവിടെ ഒരു ഏരിയയിൽ കുറേ താറാവ് കൂട്ടം കണ്ടത്. അവിടെ എന്തോ അതിനെ വിൽക്കാൻ വേണ്ടി കൊടുന്നതാ തോന്നുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ, ഒരുപാടുണ്ട്. ജീവിച്ചുള്ള സ്ഥല കടന്നുറങ്ങി, ഇവിടെ ഒരു സേഫ്റ്റി ഇല്ലാതെ. ഒരു സേഫ്റ്റി ഇല്ലല്ലോ. സാധാരണ വൈകുന്നേരം മക്കളെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പെരിന്തൽമണ്ണ ഒരു NVO പാർക്ക് ഉണ്ട്, അവിടെയാണ് കേട്ടോ വരാറ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാല് കെട്ടിയിട്ട പോലെ അവിടെ ഇരിക്കേണ്ടി വരും. മക്കൾക്കാണെങ്കിൽ അവിടെ ഒരുപാട് കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടുന്ന് ഇറങ്ങാനേ കൂട്ടാക്കൂല. അപ്പോൾ എന്താണെങ്കിലും ഇപ്രാവശ്യം ഞങ്ങളിതാ ഈ ഒരു ബൈപ്പാസിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ കാണാനൊക്കെ ഭയങ്കര രസം, നമ്മൾ ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാ നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ആഫിക്കുട്ടി ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ബോറടിച്ചില്ല. ആഫിക്കുട്ടിക്കാണെങ്കിലോ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു യാത്രയുടെ സന്തോഷത്തിലാണ് കേട്ടോ. ആഫി ഇപ്പോൾ വീട്ടിൽ ഞാനും ഇക്കും പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കണ്ട അപ്പം കാറിലേക്ക് ചൂണ്ടിക്കാണിക്കും കേട്ടോ, എനിക്ക് പോകണം ടാറ്റാന്ന് കാണിക്കുന്നിട്ട് കൈകൊണ്ട്. അങ്ങനെ ഇതാ നേരം ഇരുട്ടി തുടങ്ങി. അപ്പോൾ ദാ ഇക്ക അതിൻ്റെ ഇടക്ക് നല്ലോണം നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പതിയെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടന്ന് അവിടെ കണ്ട കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ അവിടെയൊക്കെ കറങ്ങി തിരിച്ചു വരുന്ന വഴിയാണ് ഇതാ ഈ ഊഞ്ഞാൽ അവരുടെ കണ്ണിൽ പെട്ടത്. അതിൽ കയറി ആടി കഴിഞ്ഞപ്പോൾ അഫിക്ക് പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയേ വേണ്ട. അങ്ങനെ കുറേ സമയം ആ ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു പോന്നത്. ഈ മാസം ലാസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ അഫിക്കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ എനിക്കൊരു കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ ഞങ്ങളിതാ ഫസ്റ്റ് ക്രൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് കാറൊന്നും ഉണ്ടായിരുന്നില്ല, മാനുവൽ ആയിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ അഫിക്ക് അത്രക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല തോന്നുന്നു, എൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. പിന്നെ ഇലക്ട്രിക് കാർ നോക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാണെങ്കിലും അവിടെയുള്ള കുറച്ച് വണ്ടികളൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഇതൊക്കെ ഇങ്ങനെ മാനുവലായിട്ട് കുട്ടികൾ തന്നെ ചവിട്ടി ഉപയോഗിക്കണ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിനടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഒരുപാട് കുട്ടികളുടെ കാറിൻ്റെയും ടോയ്സിൻ്റെ ഒക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓൻ ആഗ്രഹിച്ച
പോലൊരു കാറ് കിട്ടിയപ്പോൾ ഓൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ കാറിൽ ഓനെ കയറ്റിയിരുത്തിയിട്ട് അതിലുള്ള മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്തപ്പോൾ ഓന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ആ ചെറിയ കാറിലൊക്കെ ഇരുത്തിയപ്പോൾ ഓൻ്റെ മുഖത്തൊരു തെളിച്ചുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഓൻ അതെല്ലാം മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ എന്താണെങ്കിലും ഇതാ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ വേറെയും കൂടെ ഷോപ്പിലൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളിതാ വേറൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസും ഉണ്ട്, അതുപോലെ നല്ല അഫോർഡബിൾ പ്രൈസും ഉണ്ട് കേട്ടോ. ഇത് പെരിന്തൽമണ്ണ ജംഗ്ഷനിൽ നിന്ന് കോഴിക്കോട് റോഡ് ഉണ്ടല്ലോ, അതിൽ നമ്മളെ ഫാമിലി ടെക്സ്റ്റൈൽസ് ഒക്കെ അല്ലേ, അതിൻ്റെ മുന്നേ ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ അഫിക്കുട്ടിക്ക് ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ബ്ലൂ കളർ കാറാണ് അഫിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓനയിലുള്ള ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ അതെങ്ങനെങ്കിലും പറിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് വാങ്ങിച്ച കാറ്. ഇതിന് റേറ്റ് വന്നിട്ട് ഏകദേശം 7500 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കാറിന് ഓർഡർ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോന്നു. ഇതിപ്പോൾ കയ്യോടെ കൊണ്ടുപോകാൻ കാറിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നീട് വന്നിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളിതാ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ണിൽ പെട്ടത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ, ഇതുവരെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡിന് ഓർഡർ എടുത്തിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അഫിക്കുട്ടിയുടെ ഈ ഒരു കളിയും ചിരിയൊക്കെ മാറിയിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓനക്ക് പിന്നെ ഒരു പഴുത്ത മാങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവിടുത്തെ സ്പെഷ്യല് ഫിഷ് പൊള്ളിച്ചതാണ്. അപ്പോൾ നമ്മളൊരു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അൽഫാമും ഉപ്പാക്കും ഉമ്മാക്കൊക്കെ മഷ്റൂം മസാലയും പൊറോട്ടയും ബട്ടർ നാനും പിന്നെ ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്